കേട്ടറ്റ് പരീക്ഷയിലെ മൂല്യനിർണ്ണയത്തിൽ അപാകതയെന്ന് പരാതി. കാറ്റഗറി 4 തുന്നൽ പരീക്ഷയിൽ സെറ്റ് ബി ചോദ്യപേപ്പർ കിട്ടിയ പലർക്കും ലഭിച്ചത് 0 മാർക്ക്. വിദ്യാർത്ഥികൾ പരീക്ഷാഭവന് പരാതി നൽകി. പ്രതികരണം കാണാം. എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്കുള്ള പരാതി വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആൻസർ കീ ഇന്നലെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് 2 ആൻസർ കീ റെക്ടിഫൈഡും പ്രൊവിഷണലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൊവിഷണൽ സമയത്തും റെക്ടിഫൈഡിലും നോക്കിയിട്ട് പാസ്സായിട്ടുള്ള പല ആൾക്കാരും ഇപ്പം വന്നിട്ടുള്ളത് 0 എന്നാണ് കാണിക്കുന്നത്. 0 വരാനുള്ള യാതൊരു കാരണവുമില്ല. 2 റീസണാണ് അങ്ങനെ 0 വരിക. ഒന്നെങ്കിലും നമ്മൾ എഴുതിയ എല്ലാ ആൻസറും റോങ് ആണെങ്കിൽ, ഇനി അതല്ലെങ്കിൽ നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് OMR ആണ് നമുക്കുള്ള ബുക്ക്ലെറ്റിൽ ബബിൾ ചെയ്യുന്ന സമയത്ത് എയോ ബിയോ സിയോ മാറിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ ബബിൾ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ യാതൊരു ഇഷ്യൂ നമ്മൾ ചെക്ക് ചെയ്ത പേപ്പറിലൊന്നും കണ്ടില്ല. 2-3 പേപ്പറല്ല, 10-ലധികം പരാതികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, എന്തൊക്കെയാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരാതി? കഴിഞ്ഞ ദിവസമാണ് കേട്ടറ്റിൻ്റെ പരീക്ഷാഫലം വന്നിട്ടുള്ളത്. അതിലാണ് ഈ മൂല്യനിർണ്ണയത്തിൽ അപാകതയുണ്ട് എന്ന പരാതിയുമായിട്ട് ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രൊവിഷണൽ ആൻസർ കീയും നമ്മൾ ഉത്തരം എഴുതി കൊടുത്തിട്ടുള്ള കാർബൺ കോപ്പി നമുക്ക് കിട്ടും. അത് തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് വിജയിച്ച ആളുകൾ, അല്ലെങ്കിൽ ഉത്തരം ശരിയാണ് എന്ന് അവർ തന്നെ ബോധ്യപ്പെട്ട ആളുകൾക്കാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട വിഷയത്തിന് 0 മാർക്ക് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റിസൾട്ട് വന്നിട്ടുള്ളത്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ഭവനുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നെങ്കിലും ഇന്ന് അവധിയായതിനാൽ അത് സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അതിനാൽ ഇമെയിൽ മുഖേന നിരവധി വിദ്യാർത്ഥികൾ പരീക്ഷാ ഭവന് പരാതി നൽകിയിട്ടുണ്ട്. മാർക്ക് 0 ആവാനുള്ള 2 സാധ്യതകൾ ഉണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതിൽ ഒന്നാമത്തത് മുഴുവൻ ഉത്തരങ്ങളും തെറ്റാവണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ ഉത്തരങ്ങൾ മുഴുവൻ തെറ്റായാൽ പോലും ഇവർക്ക് 3 മാർക്ക് ലഭ്യമാകാനുള്ള സാഹചര്യം ഈ ചോദ്യപേപ്പറിലുണ്ട്. കാരണം 3 ചോദ്യങ്ങൾ തെറ്റാണ്, അതിൻ്റെ മാർക്ക് സ്വാഭാവികമായും ഇവർക്ക് ലഭ്യമാകേണ്ടതാണ്. അത് ലഭ്യമായിട്ടില്ല. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തെറ്റാവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചോദ്യപേപ്പറിൽ ഏത് സെറ്റ് ചോദ്യപേപ്പറാണോ എടുക്കുന്നത് അതിന് വിരുദ്ധമായി ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 4 സെറ്റ് ചോദ്യപേപ്പറായി ഉണ്ടാവുക, A, B, C, D എന്നിങ്ങനെ. അതിലേതെങ്കിലും B ചോദ്യപേപ്പർ കിട്ടിയ ആളുകൾ CO, DO, AO രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും OMR ഷീറ്റ് വെരിഫൈ ചെയ്യാൻ സാധിക്കാതെ വരികയും അവർക്ക് തെറ്റായി വരികയും ചെയ്യും. എന്നാൽ അതൊന്നുമല്ല, അവർ കൃത്യമായി തന്നെയാണ് രേഖപ്പെടുത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷവും പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഇവരുടെ കയ്യിലുള്ള ആൻസർ കീയുടെ ഉത്തര പേപ്പറിൻ്റെ കാർബൺ കോപ്പി വഴി വെരിഫൈ ചെയ്തതിന് ശേഷവും ജയിക്കുമെന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ ശരിയാണ് ഉത്തരമെന്ന് ബോധ്യമുള്ള മാർക്ക് പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. മാത്രമല്ല 150 മാർക്കിന്റെ ചോദ്യമാണ് ഉള്ളത്. അതിൽ 3 ഭാഗമായിട്ടാണുള്ളത്. 3 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മാർക്ക് കുട്ടികളുടെ വളർച്ചയും പഠന രീതികളും, 40 മാർക്ക് ലാംഗ്വേജ്, 80 മാർക്ക് തുന്നൽ എന്നുള്ള വിഷയത്തിലാണ്. അതിൽ 30 മാർക്കിന്റെയും 40 മാർക്കിന്റെയും 80 മാർക്കിന്റെയും ഒറ്റ കാർബൺ OMR ഷീറ്റിൽ തന്നെയാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ ആദ്യത്തെ 2 ഭാഗത്തെയും വെരിഫൈ ചെയ്യുകയും അവസാന ഭാഗത്തെ, 3ാമത്തെ ഭാഗത്തെ പ്രധാന വിഷയത്തിൻ്റെത് മാർക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ പരീക്ഷാ ഭവന് പരാതിയുമായി മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ദിലീപ് കുമാർ. ശരി, വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.